ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആൾക്കൂട്ടത്തിനിടയിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടോ? ആർക്കെങ്കിലും, അതായത് നമ്മൾ ഒരുപാട് പേരുടെ ഇടയിൽ നിന്നിട്ട് നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുക, നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് തോന്നുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നില്ല. അങ്ങനെ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് ഒരു 2000 ഞാനൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു, 10ലും അങ്ങനെ ഏതൊരു സമയമാണ് കേട്ടോ. ഞാൻ സ്കൂൾ കാലഘട്ടമാണ് എൻ്റെ. അതായത് നമ്മൾ +1 +2 ഒക്കെ സ്കൂളാണല്ലോ. ആ ഒരു ടൈം ഗ്യാപ്പിനിടയ്ക്കുള്ളൊരു സമയത്താണ് ഈ കഥ. ഞാൻ എൻ്റെ ഒരു കസിൻ്റെ ബർത്ത്ഡേക്ക് പോയി. അപ്പം എല്ലാ വർഷവും അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചെന്നാലും അവൻ കേക്ക് മുറിക്കുള്ളൂ എന്നുള്ള ഭയങ്കര വാശിക്കാരനായിരുന്നു. അങ്ങനെ അന്ന് അവനൊരു എനിക്ക് തോന്നുന്നു 6ത്തിലോ 7ത്തിലോ ഒക്കെ ആയിരിക്കണം പഠിക്കുന്ന കുഞ്ഞ്. അപ്പം അവൻ ഇപ്പം വലുതായി കേട്ടോ, നല്ല വലുതായി, മുട്ടനായി, പെണ്ണൊക്കെ കെട്ടാനായിട്ടിരിക്കുക. അങ്ങനത്തെ അത്രയും വലിയൊരു കുട്ടിയാണ് അവൻ. അന്ന് അവൻ അവൻ്റെ ആ സമയത്തുള്ള അവന് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പോയി. അതായിരുന്നു അവൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഫൈനലായിട്ട് പോയ ബർത്ത്ഡേ. പിന്നെ ഞാൻ അവൻ്റെ ഒരു ബർത്ത്ഡേക്കും പോയിട്ടില്ല. അപ്പോൾ ഞാനവിടെ ചെല്ലുന്നു. അപ്പോൾ ഈ പറഞ്ഞ പയ്യനെന്ന് പറയുമ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മോൻ. അപ്പച്ചി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ കൊച്ചിച്ചൻ്റെ മോള്, അവൻ്റെ അച്ഛനെന്ന് പറയുമ്പം അച്ഛൻ്റെ അപ്പച്ചിയുടെ മോനാണ്. ഒരു റിലേഷൻ മുറയ്ക്കുന്ന കല്യാണം കഴിച്ചിരിക്കുന്നതാണ്. അപ്പം അച്ഛൻ്റെ അമ്മയെന്ന് പറയുമ്പം അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ്റെ തറവാട് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയും അച്ഛൻ ഉൾപ്പെടെയുള്ള മക്കളെ എല്ലാവരെയും 6 പേരെയും ഇറക്കി, അമ്മ ഉൾപ്പെടെ ഇറക്കി വിട്ടു. അവരുടെ അച്ഛൻ്റെ വീട്ടിൽ, അതായത് അച്ഛമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അച്ഛമ്മയുടെ അച്ഛൻ്റെ കൂടെ ആയിരുന്നു പിന്നെ താമസമല്ല. അപ്പം അവർ വളരെ കഷ്ടപ്പെട്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ഈ മക്കളെല്ലാം വളർത്തിയത്. അതേസമയത്ത് അച്ഛൻ്റെ അപ്പച്ചിയും അച്ഛൻ്റെ കൊച്ചിനും എല്ലാം കൂടി അച്ഛൻ്റെ അമ്മയ്ക്ക് കിട്ടാനുള്ള സ്ഥലമെല്ലാം എഴുതിയെടുത്ത് അവരവിടെ നിന്ന് ഇറക്കി വിട്ടു ആ വീട്ടിൽ നിന്ന്. പിന്നെ അവർക്ക് ആ വീടുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥയായി. അപ്പം അങ്ങനെ പിള്ളേരൊക്കെ വളർന്നു വന്നു കഴിഞ്ഞപ്പം ഈ വലിയവരായ കുട്ടികൾ വലുതായപ്പം അവർ തമ്മിൽ കോണ്ടാക്റ്റായി, അവർ തമ്മിൽ സംസാരിക്കും, അവർ തമ്മിൽ അടുപ്പമായി. അങ്ങനെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവാൻ എടുക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതുവരെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, അങ്ങനെ വലുതായിട്ടൊരു ബന്ധമില്ല. എന്നാലും തറവാട്ടിൽ പോവും വരും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ പോയി താമസം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവൻ്റെ ബർത്ത്ഡേക്ക് എല്ലാ വർഷവും വിളിക്കും, ഞാൻ പോവും. അങ്ങനെ ഒരു തവണ ഞാനവിടെ പോയപ്പം ഈ പറയുന്ന ഇവൻ്റെ കൊച്ചിച്ചൻ്റെ മാമൻ്റെ മക്കൾ, അതായത് എൻ്റെ കൊച്ചിച്ചൻ്റെ മക്കൾ, അവർ കുറേ ഗേൾസ്, ഇവർ 2 ആൺപിള്ളേർ 3 ആൺപിള്ളേരാണ്. 2 അപ്പച്ചിമാരുണ്ട്. ഇവൻ്റെ അമ്മയ്ക്കൊരു ചേച്ചിയുണ്ട്, അവർക്കൊരു മോൻ, ഇവന് പിന്നെ അല്ലാണ്ട് ഒരു കൊച്ചിച്ചനൊരു മോൻ, ബാക്കിയെല്ലാം പെൺപിള്ളേരാണ്. അപ്പം അവിടെ ചെന്നപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഡൈനിങ് ഹാളിൽ കസേരക്കിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട് ഇവരുടെ ഇടയിൽ. ഈ പിള്ളേരെല്ലാം ഭയങ്കര ഇംഗ്ലീഷ്. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ മലയാളം മീഡിയം ഒരു സാധാരണ ഇതിൽ പഠിക്കുന്നു. എൻ്റെ അച്ഛന് ജോലിയൊന്നുമില്ല, ബാക്കി അവർക്കെല്ലാം ജോലിയൊക്കെ ഉണ്ട് കേട്ടോ, ഗവൺമെൻറ് സർവീസാണ്. എല്ലാവരും ഹൈ ലെവലിൽ ഉള്ള ആൾക്കാരാണ്. അപ്പം അതിനിടയ്ക്കാണ് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് എന്നെ മാത്രമാണ് അവിടെ വിളിക്കുന്നത്. എന്തോ ഒരു അടുപ്പം, ഭയങ്കര അടുപ്പം. അച്ഛനും അച്ഛൻ്റെ അപ്പച്ചിയുടെ മോനുമായിട്ട് ഭയങ്കര അടുപ്പം. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് എന്തോ ഒരു ഒറ്റപ്പെടൽ അന്ന് എനിക്ക് ഫീൽ ചെയ്തു. അവരെല്ലാ വർഷവും കേക്കൊക്കെ കട്ട് ചെയ്ത് ആദ്യം എനിക്ക് കേക്ക് തരും. ആ പ്രാവശ്യം എനിക്ക് കേക്ക് കിട്ടിയില്ല. പിന്നെ ഫുഡ് കഴിക്കാൻ വിളിച്ചു, ഞാൻ പോയി കഴിച്ചു. സാധാരണ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ഫുഡ് തരും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഫുഡ് തരട്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് തോന്നി വേണ്ട. കാര്യം ഒരുപാട് ഒറ്റപ്പെടുന്നൊരു ഫീലിംഗ് ആയി. കാര്യം ഈ കുട്ടികളെല്ലാം അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുകയും എടുക്കുകയും ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് ഒരു ദിവസം അവരെല്ലാവരും കൂടി ഇംഗ്ലീഷിൽ സംസാരം നമുക്കൊന്നും മനസ്സിലാവില്ല എന്നുള്ള ഇതിൽ നമ്മളവിടെ ഒരുമാതിരി ഒറ്റപ്പെട്ടൊരു മൂലയ്ക്ക് പോയിരിക്കുന്ന ഒരവസ്ഥ. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ ഒരു കൊച്ചിൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഒരു സാധാരണ ഫാമിലിയിൽ നിന്ന് വളർന്നു വന്നതായതുകൊണ്ടായിരിക്കണം അവർക്കും അവരുടെ അമ്മയ്ക്കൊക്കെ എന്നെ മനസ്സിലായി. അവരെന്നെ കുറേ നേരം സംസാരിച്ചു. ഞാനും അവരുമായിട്ട് കുറേ നേരം സംസാരിച്ചിരുന്നു. ആ കുഞ്ഞമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി, സൂയിസൈഡ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പം അതോടുകൂടി ഞാൻ തീരുമാനിച്ചു, ഇനി അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക് വന്ന് വിളിച്ചാലും ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല. അതായത് നമ്മുടെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗവൺമെൻറ് സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൻപുറത്ത് സാധാ സ്കൂളിൽ പഠിക്കുന്നു. അവിടെ മലയാളം മീഡിയം, ആ ഒരു സ്റ്റാൻഡേർഡാണ് നമുക്കുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് ആയാലും നമ്മുടെ അച്ഛനൊരു കച്ചവടക്കാരനാണ്, അവിടെ നിന്ന് വളർന്നു വരുന്ന ഒരാളാണ്, സാധാരണക്കാരിയാണ് ഞാൻ. അപ്പോൾ ആ ഒരു സ്റ്റാറ്റസാണ് എനിക്കുള്ളത്.
അപ്പം അതൊക്കെ കൊണ്ടായിരിക്കണം നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയത്. എന്തായാലും അതിനുശേഷം ഞാൻ അവരുടെ ഒരു ബർത്ത്ഡേക്കും പോയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വന്ന കഥ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ടോ?